തൃശൂരിൽ വോട്ട് ക്രമക്കേട് ആരോപണം കടുക്കുന്നു. RSS നേതാവ് ഷാജി വരവൂരിനും കുടുംബത്തിനും തൃശൂരിലും ആലത്തൂരിലും വോട്ടെന്ന് രേഖകൾ. തൃശൂരിൽ വോട്ട് 37-ാം ബൂത്തിലും ആലത്തൂരിൽ 11-ാം ബൂത്തിലും വോട്ട് ചെയ്തത് ആലത്തൂരിൽ മാത്രമെന്ന് ഷാജി വരവൂർ കേരള വിഷൻ ന്യൂസിനോട്. തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ പോലീസിൽ പരാതി നൽകി കോൺഗ്രസ്. ഔദ്യോഗിക വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ നടപടി. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ച് ലോക്സഭാ സ്പീക്കർ. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാർ സമിതി അധ്യക്ഷൻ. ഗവർണറുടെ താൽക്കാലിക VC നിയമനത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. സിസ തോമസിന്റെയും കെ ശിവപ്രസാദിന്റെയും നിയമനം റദ്ദാക്കണമെന്ന ആവശ്യം. ഓഗസ്റ്റ് 14-ന് വിഭജന ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ സർക്കുലർ കോളേജുകൾക്ക് കൈമാറി സർവകലാശാലകൾ. നടപടി കണ്ണൂർ കേരള സർവകലാശാല VC-മാർ. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അവസരവാദിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ BJPക്കെതിരെ പറഞ്ഞു. ജാമ്യം ലഭിച്ചപ്പോൾ അമിത്ഷായെ സ്തുതിച്ചെന്നും വിമർശനം. അവസരവാദം ആപ്തവാക്യമാക്കിയത് സെക്രട്ടറിയാണെന്ന് തലശ്ശേരി അതിരൂപതയുടെ മറുപടി. സ്വന്തം സ്വഭാവ വൈകല്യം ഉപയോഗിച്ച് മറ്റുള്ളവരെ അളക്കരുത്. മെത്രാൻമാർ പ്രസ്താവന നടത്തും മുൻപ് AKG സെന്ററിൽ നിന്ന് തീട്ടൂരം വാങ്ങണമെന്നത് ഫാസിസമാണെന്നും അതിരൂപത. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനിയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. അന്വേഷണത്തിന് 10-അംഗ സംഘം രൂപീകരിച്ച് പോലീസ്. മൂവാറ്റുപുഴ DYSP നേതൃത്വം നൽകും. റബീസിന്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യാൻ പോലീസ്. വഞ്ചനാ കേസിൽ നടൻ നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനും ആശ്വാസം. കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഇരുവർക്കുമെതിരെ കേസെടുത്തത് നിർമ്മാതാവ് ഷംനാസിന്റെ പരാതി. കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സഹോദരിമാരെ കൊന്ന ശേഷം ഒളിവിൽ പോയ പ്രമോദിന്റെ മൃതദേഹം കണ്ടെത്തിയതായി സൂചന. മൃതദേഹം കണ്ടെത്തിയത് തലശ്ശേരി കുയ്യാലിപ്പുഴയുടെ തീരത്ത്. ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിയണമെന്ന് പോലീസ്. ചേവായൂർ പോലീസ് തലശ്ശേരിയിലേക്ക്. തൃശൂർ വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ കൊന്നത് പുലിയല്ല കരടി. സ്ഥിരീകരണം വനം വകുപ്പും ഡോക്ടർമാരും നടത്തിയ പരിശോധനയിൽ. ലയത്തിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കരടി പിടിച്ചത് ഇന്നലെ വൈകുന്നേരം. മരിച്ചത് അസം സ്വദേശികളുടെ മകനായ നൂറുൽ ഇസ്ലാം.